അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീർ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവൻ്റെ ചിന്താഗതി കാര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞ അവസ്ഥ. പലപ്പോഴും കൂട്ടുകാരവന് വിളിക്കുന്നു. അതെ, എടാ വാ നമുക്കൊന്ന് കൂടാം, നീ എന്തപ്പോൾ വരാത്തത്? അതെ, അവിടെ ഒരു പെണ്ണ് സെറ്റായിട്ടുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ പല രീതിയിലും ഫോൺ കോളുകൾ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവൻ ഒഴിവാക്കുകയായിരുന്നു. ജസീറിന് എന്ത് പറ്റി? പലരും അതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ സഫീറിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷമായിട്ടുണ്ട്. റബ്ബേ അല്ലാ, ഞാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു, പഠിച്ചോനെ. അതെ, ഒരു കാലത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നല്ലോ, അള്ളാഹുവേ രണ്ടാലൊരു ഉമറിനെ നീ ഇസ്ലാമിലേക്ക് തരണം എന്നത് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ എൻ്റെ ജ്യേഷ്ഠൻ വളരെയധികം ശക്തിമാനാണ്, എന്നെക്കാളും നല്ല പവറാണ്, പണമാണ്, എല്ലാം കൊണ്ടും ഉഷാറാണ്, വിചാരിച്ചാൽ അത് നേടിയെടുക്കുന്ന ആളാണ്. എന്നാൽ പഠിച്ചോനെ, എൻ്റെ ജ്യേഷ്ഠന് ഒരിക്കലും നേർവഴിയിലല്ല, അവൻ ഇസ്ലാമിൻ്റെ വഴിയിലല്ല, അവൻ ജീവിക്കുന്നത് വേറെ ഏതോ രീതിയിലാണ്. അതുകൊണ്ട് റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ സ്വഭാവമെല്ലാം മാറി അവൻ ദീനിനനുസരിച്ച് നടക്കുന്ന രീതിയിൽ പഠിച്ചവനെ നീ ആക്കിക്കൊണ്ട. അതെ, ഇസ്ലാം ദീനിനെ ഇഷ്ടപ്പെടുന്ന, നിസ്കരിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന അങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കി നീ മാറ്റിത്തരണേ അല്ലാ. നമ്മുടെ സഫീർ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു അത്. എന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് അതാ ജസീർ അവൻ ആഗ്രഹിച്ച രീതിയിലേക്ക് ഇതാ മടങ്ങി വരുന്ന ആ ഒരു കാഴ്ച സഫീർ കണ്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷമായി. അവൻ പടച്ച റബ്ബിനെ സ്തുതിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഏതോ ഒരു മാന്ത്രിക ശക്തിയിൽ എന്ന പോലെയാണ് നമ്മുടെ ജസീറിൻ്റെ അവസ്ഥ. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഹിജാബി വിളിക്കുമ്പോഴെല്ലാം അവൻ വല്ലാത്ത അവസ്ഥ കൊണ്ട് അവൻ പറയുകയാണ്, ഹിജാബി എനിക്ക് നിന്നെ ഒന്ന് കാണണം, കണ്ടേ മതിയാവൂ. അതെ, മുകളിലേക്ക് നോക്ക്. എവിടെ? ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്കിക്കേ. അതാ ഒരു നിമിഷം ജസീർ മുകളിലേക്ക് നോക്കുന്നു. ഏയ് ഇല്ലല്ലോ. എന്നാൽ സൈഡിലേക്ക് നോക്ക്. ഇത് ഇവിടെ കണ്ടോ? ഏ നീ എന്താ പറയുന്നത് ഹിജാബി? ഞാൻ നിൻ്റെ പിറകിൽ തന്നെയുണ്ട്, കണ്ടോ? ഞാനിവിടെയുണ്ട്, തിരിഞ്ഞു നോക്കിക്കേ. എന്നാൽ ഒരു നിമിഷം ജസീറിനെ ആകപ്പാടെ, സത്യം പറ, നീ ജിന്നാണോ ഇൻസാണോ? അതെനിക്ക് അറിയണം പെണ്ണേ. ഞാൻ ജിന്നാണോ ഇൻസാണെന്നൊക്കെ പറയാം, പക്ഷേ ഇന്നലെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. എന്താ അറിയോ? അതെ, ഞാൻ നിന്നോട് പറഞ്ഞ ആ കാര്യത്തിനെ കുറിച്ചല്ലേ? അതായത് ഞാൻ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടത് കൂടുതൽ കനലായി എൻ്റെ ഹൃദയത്തിൽ എരിയുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യമല്ലേ? യെസ്, അതെ. അപ്പോൾ ജിന്നിനോട് ആ കാര്യം ഒന്ന് പറഞ്ഞൂടെ? പറയാം, എല്ലാം ഞാൻ പറയാം, എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതിൻ്റെ തീരാ നഷ്ടമാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ ഒരേ ഒരു സംഭവമാണ്. അതെ, ഈ തറവാട്ടിൽ എത്രയധികം സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും എൻ്റെ ഒരു ചെറിയ ആഗ്രഹം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും ഞാനിത് വിചാരിച്ചില്ല. എന്ത് ചെയ്യാൻ? ഇഷ്ടം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കരുതി കൂട്ടുണ്ടാക്കണമല്ലോ, പടച്ചും നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നതല്ലേ അതൊക്കെ. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ കരുതി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യമാണ്. പറയൂ ജസീർ, ഞാനെല്ലാം കേൾക്കാം. പിന്നെ കാണാൻ പറ്റാത്ത ഈ ജിന്നിനോട് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കാണണം നിന്നെ, എന്തൊക്കെ തന്നെയാലും കാണാതിരിക്കാൻ വയ്യ. നീയാണ് എന്നെ മാറ്റിമറിച്ചത്. ശരിക്കും ഞാൻ എന്താണ്, എൻ്റെ അവസ്ഥ തന്നെ എനിക്കറിയുന്നില്ല. എൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ല. തെറ്റായ രീതിയിലേക്ക് എനിക്ക് പോകാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അതെ, പിന്നെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നീ വിളിക്കും. ഹായ്, അല്ല നിസ്കരിക്കണ്ടേ? പള്ളിയിൽ ജമാഅത്തിന് പോകണ്ടേ? ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ കറക്റ്റ് 5 നേരവും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കുകയാണ്. സത്യം പറഞ്ഞ് എനിക്കാണ് എന്താണെന്ന് സംഭവിച്ചറിയുന്നില്ല. വളരെ നല്ല കാര്യമാണ്, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനമാണ്. ദേഷ്യമില്ല, വാശിയില്ല, ദേഷ്യമില്ല, വാശിയില്ല, ഒന്നുമില്ല. വല്ലാത്ത അവസ്ഥ. അതായത്
എന്താണെന്നറിയില്ല എനിക്ക് ഹിജാബി. നീ എന്നെ എന്തിനാണ് നിന്റെ വലയിൽപ്പെടുത്തിയത്? വലയാണോ? സത്യം പറ, ഞാനാണോ നീയാണോ വലയിൽപ്പെടുത്തിയത്? നീയല്ലേ ആ ഹോസ്പിറ്റലിൽ വെച്ച്? ഉം? അല്ലേ? അതെ, എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തല കറങ്ങി വീണ സമയത്ത് അല്ലേ? അങ്ങനെയല്ലേ? അതെ, ആയിരിക്കാം. എന്നാലും എന്നെ തനിച്ച് കാണണമെന്ന് പറഞ്ഞതും നീ തന്നെയാണ് അല്ലേ? അല്ല ഞാനല്ലല്ലോ. ശരിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴെനിക്ക് നീ ഇല്ലാത്തൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ ഹിജാബി. എനിക്ക് കഴിയുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് കഴിയണില്ല. ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്യുക? സത്യം പറ, ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് കഴിയുന്നില്ല. എനിക്ക് നീ ഇല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് റിലാക്സ്, കൂൾ ഡൗൺ. എന്താ പറഞ്ഞ് അങ്ങേയറ്റം എത്തി സങ്കടപ്പെട്ടോ? അല്ല, എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല. ഞാൻ കാര്യമാണ് പറയുന്നത്. നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല. നീ ഇല്ലാതെ കഴിയില്ല. അവരതാ ആ വാതിലിൽ മുറുകെ പിടിക്കുന്നു. ഇല്ല, നീ ഇല്ലാതെ കഴിയില്ല ഹിജാബി. ഒരിക്കൽ പോലും എനിക്ക് കഴിയില്ല. എന്താ ഇങ്ങനെ? ഇങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം വേണ്ടത്? ഇതൊരു തരം ലഹരിയായി പോയ പോലെയായല്ലോ. ചില ആളുകൾക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ച് പിന്നെ കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഭ്രാന്തമായ ഒരു രീതിയിലാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ഭ്രാന്തമായ രീതിയിലായോ? ഹിജാബി, നീ എന്നെ പറ്റിക്കരുത് പ്ലീസ്. നീ എന്നെ പറ്റിക്കരുത് പ്ലീസ്. അത്രക്കും എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചത് നീയാണ്. അതുകൊണ്ട് നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കാവില്ല ഹിജാബി. ഓക്കേ, റിലാക്സ്. എന്നാൽ പറയൂ ബാക്കിയുള്ളത്. പറയാം, ഞാനെല്ലാം പറയാം. പക്ഷെ നീ എനിക്ക് ഉറപ്പ് തരണം, നീ എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന്. ഉറപ്പ് തരണം. ഇനി ഒരു നഷ്ടവസന്തത്തിന് എനിക്കാവില്ല. അതെ, ഒരു നഷ്ടം, എൻ്റെ പ്രണയം. ആ ഒരു നഷ്ടം എൻ്റെ തീരാ വേദനയാണ്. എനിക്ക് എൻ്റെ നെഞ്ചിനുള്ളിലെ കനലായി എരിയുന്നൊരു വേദനയാണ്. പറയൂ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇനി മറച്ചു വെക്കേണ്ട. എന്നോട് എല്ലാം പറയാം. ഞാൻ എല്ലാം കേൾക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പറ്റില്ലേ? പറ്റും, ഞാനെല്ലാം പറയാം. ഞാൻ പറയാം. അതെ, എൻ്റെ കൗമാരപ്രായത്തിൽ നിന്ന് പതുക്കെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഞാൻ. അതെ, എൻ്റെ ശബ്ദത്തിൽ പതുക്കെ മാറ്റങ്ങൾ വരുന്നു. അതായത് ഒരു ബാല്യകാലത്തിൽ നിന്നും കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും കൗമാരത്തിൽ നിന്ന് അതാ ശരിക്കും യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ഓരോ മനുഷ്യനും തോന്നുന്ന വിചാരങ്ങൾ എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. പൊടിമീശ മുളക്കുന്ന കാലം. അതെ, എൻ്റെ ശരീരത്തിൽ പതുക്കെ താടിരോമവും മീശയും വന്ന ആ ഒരു സമയം. എൻ്റെ ചുണ്ടുകൾ കൂടുതൽ ചുവന്ന് തുടുത്തത്, എൻ്റെ കവിളുകൾ കൂടുതൽ മനോഹരമായത്, എൻ്റെ പുരികങ്ങൾ നല്ല കട്ടി കൂടി വന്നത്, എൻ്റെ കണ്ണുകളിൽ അതാ വല്ലാത്തൊരു ആശങ്ക. എല്ലാം അറിയണം, അല്ലെങ്കിൽ പുതിയൊരു ലോകത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത്. ഈ ലോകം എന്താണെന്നും ലോകത്തിൽ എന്താണുള്ളതെന്നും ലോകത്തിലുള്ള എന്തിനെയാണ് പ്രണയിക്കേണ്ടതെന്നും എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ആ നിമിഷം. അതേ ഹിജാബി, ഞാൻ പറയൂ ഒന്നും വിഷമിക്കണ്ട. കഴിയില്ല എനിക്ക് ഒന്നും പറയാൻ. പറഞ്ഞോളൂ ജസീർ, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. അതായത് അതെ, ഞാനൊരാണാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, ഒരു പുരുഷനാകുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം. എന്നാൽ പലതിനും കൊതിക്കുന്ന സമയം, എന്തൊക്കെയോ കൊതിക്കുന്ന നിമിഷങ്ങൾ. എൻ്റെ ശരീരത്തിൻ്റെ ഹോർമോൺ വ്യതിയാനം. എന്നാൽ എൻ്റെ ശരീരത്തിലേക്ക് അതാ ഒരു വല്ലാത്തൊരു അവസ്ഥ കടന്നു വരുന്ന ആ ഒരു സമയം. അതെ, അന്ന് ഞാൻ കോളേജ് കഴിഞ്ഞ് വന്ന ആ സമയം. ശരിക്കും എനിക്ക് മേശപ്പുറത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചത് അവളായിരുന്നു. അവളോ? അവളെന്ന് വെച്ചാൽ? അതെ, ആ പെൺകുട്ടി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അല്ലെങ്കിൽ മഞ്ഞ് പോലൊരു പെൺകുട്ടി എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ ആ കുട്ടിയെ വർണ്ണിക്കാം. അതെ, എൻ്റെ ലൈല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. മജ്നുവിൻ്റെ ലൈല എന്ന് പറയാം. മജ്നുവിന് ലൈല ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതേ പ്രണയം എൻ്റെ മനസ്സിൽ അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. അത് അവളെനിക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ച് തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, എന്നും സ്ഥിരമായി ഫുഡ് കൊണ്ടുവന്ന് വെക്കാറുള്ള ആമിനത്താത്തയല്ല,
പകരം സുന്ദരിയായൊരു പെണ്ണായിരുന്നു. അന്ന് എൻ്റെ കണ്ണുകളിൽ അറിയാതെ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ അവളെ നോക്കി. അതെ, താഴേക്ക് മുട്ടിനോളം പോന്ന തിങ്ങി നിറഞ്ഞ മുടിയും അവളുടെ മനോഹരമായ നടത്തവും. ഒരു നിമിഷം അവളുടെ ആ ഒരു മുഖം കാണുവാൻ ഞാനൊന്ന് കൊതിച്ചു. എന്നാൽ അവൾ വെള്ളവുമായി അപ്പോഴേക്കും വന്നു. അവൾ എന്നെ നോക്കിയില്ല, പകരം ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ചുടുവെള്ളമുണ്ടോ? അറിയാതെ ഞാൻ ചോദിച്ചു. പക്ഷേ എനിക്ക് പച്ചവെള്ളം മതിയായിരുന്നു. എന്നാൽ അതാ ചുടുവെള്ളം. അത് ഞാൻ വെറുതെ ആവശ്യപ്പെട്ടതായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അവളെ ഒന്നുകൂടെ കാണണം, അവളെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണം എന്തിനു വേണ്ടി. ഒരു നിമിഷം അവൾ ഞാൻ ചുടുവെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചപ്പോൾ അവളുടെ ശബ്ദം അത്രക്കും ഈ ലോകത്തിലെ അത്രമാത്രം മനോഹരമായ ശബ്ദമില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ചെവികളിലേക്ക് അത് തുളച്ചു കയറി. ഒരു നിമിഷം എനിക്ക് അവളുടെ പേരും കാര്യങ്ങളും ഒന്നും അത്ര കറക്റ്റായിട്ട് ഞാൻ വിളിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയായിരുന്നപ്പോഴൊക്കെ അവൾ വന്നിരുന്നു വേലക്കാരിയുടെ കൂടെ, വേലക്കാരി ആമിനത്താത്തയുടെ കൂടെ. എന്നാൽ അവളുടെ ആ ശബ്ദം, അവളുടെ ആ ഒരു മനോഹരമായ മൂക്ക്, ആ കണ്ണുകൾ, ആ പുരികം, ആ ചുണ്ട്, അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് എത്ര പെട്ടെന്നാണ് കടന്നു കൂടിയതെന്ന് അറിയുന്നില്ല. അതെ, സാധാരണ രീതിയിൽ കോളേജ് ചെക്കന്മാരുടെയൊക്കെ മനസ്സിൽ ചെറിയൊരു സന്തോഷമുണ്ടാകും. അതായത് ഓരോ സങ്കല്പങ്ങളുണ്ടാവും ഓരോ പെണ്ണിനെ കുറിച്ചൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പെണ്ണിനെ കണ്ടത് മുതൽ എനിക്ക് അവളെ വല്ലാതെ എൻ്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പക്ഷെ ആ കുട്ടി അതറിയുന്നില്ല. അവളുടെ മനോഹരമായ വെള്ളാരം കണ്ണുകൾ അതെന്നെ വല്ലാതെ തകർത്തി കളഞ്ഞു. ഹിജാബി തളർത്തി കളഞ്ഞു. എനിക്ക് ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഒരു നിമിഷം അവൾ ആ വെള്ളം ഒഴിച്ച് എനിക്ക് തരുമ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ചൂട് പാകമല്ലേ? ഇനി കൂട്ടണോ കുറയ്ക്കണോ? അതെ, അവളുടെ വീണ്ടും ആ മനോഹരമായ ശബ്ദം കേട്ടപ്പോൾ ഞാനതിൽ ലയിച്ചു പോയി. എന്നാൽ അന്ന് ഫുഡെല്ലാം കഴിച്ച് ഞാൻ എൻ്റെ മുകളിലത്തെ റൂമിൽ പോയിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അതെ, ഞാൻ എൻ്റെ ജനാലകൾ തുറന്നിട്ടു. മാന്തോപ്പിലേക്ക് തുറക്കുന്ന ആ ജനാലകൾ, അതെ, അവിടെയായിട്ടാണ് വർക്കേരിയയുടെ ഭാഗം വരുന്നത്. ഒരു നിമിഷം ഞാൻ ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ അവളുണ്ട് ഉമ്മയുടെ കൂടെ എന്തോ ജോലിയിൽ ഏർപ്പെടുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവളത് ചൂലുമെടുത്ത് മുറ്റമടിച്ച് വാരുന്ന ആ കാഴ്ച കണ്ടു. ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ മാലാഖ പെണ്ണ്. അതെ, അതൊരു മാലാഖ തന്നെയാണ്. ശരിക്കും മാലാഖ. അത് ജിന്നാണോ? എനിക്കറിയുന്നില്ല. അവൾ അതാ അവിടെ ആകെ ക്ലീൻ ചെയ്യുന്നു, മുറ്റമടിക്കുന്നു, തുടക്കുന്നു, കഴുകുന്നു, അങ്ങനെ പലതും. ഒരു നിമിഷം അവളുടെ മനസ്സ് എൻ്റെ കയ്യിൽ കിട്ടുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വീട്ടിൽ ജോലിക്ക് വരുന്ന ആളെക്കുറിച്ച് അങ്ങനെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്ത വന്നാൽ പോയി, ചിന്തിക്കരുത് ഒരിക്കലും. ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ പിറ്റേന്ന് കോളേജിലേക്ക് തന്നെ പോയി. എന്നാൽ എൻ്റെ മിസ് എനിക്ക് ക്ലാസ് എടുക്കുന്നു, സാറ് ക്ലാസ് എടുക്കുന്നു. എൻ്റെ ചിന്ത മുഴുവനും ആ ഒരു പെൺകുട്ടിയിലായിരുന്നു. അതെ, അവളുടെ രൂപം ഞാൻ എൻ്റെ നോട്ട് പുസ്തകത്തിൽ വരച്ചുകൊണ്ടേയിരിക്കുന്നു. സാറ് ക്ലാസ് എടുക്കുന്നു. പെട്ടെന്ന് എന്നെ വിളിക്കുന്നു. ജസീർ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആ ഒരു ആൻസർ പറയൂ. വാട്ട് യു മീനിങ് ബൈ സിറ്റിസൺ? സർ, സിറ്റിസൺ ഈസ് യെസ്, കമോൺ. സിറ്റിസൺ, യെസ്, എനിക്കറിയാം നീ സിറ്റിസൺമേൽ നിൽക്കുമെന്ന്. അതായത് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ശ്രദ്ധ വേറെ എവിടെയായിരുന്നു? എവിടെ? എടുക്ക്. നീ എന്തായിരുന്നു നോട്ട്ബുക്കിൽ എഴുതി കുറിച്ചത്? എടുത്ത്. അപ്പോൾ തന്നെ ജസീറിനെ അതാ സാർ പൊക്കുന്നു. എന്തായിരുന്നു ഇവിടെ പണി? ഒരുപാട് നേരം എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നിൻ്റെ കണ്ണ് പലപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നീ ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയാമായിരുന്നു. അതിങ്ങെടുക്ക്. സാർ ആ നോട്ട്ബുക്ക് വാങ്ങാൻ നിന്നപ്പോൾ അവനത് മറച്ചു പിടിച്ചു. സാർ, അത് ഒന്നുമില്ല, ഞാൻ. ജസീർ, അത് നീ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പിന്നെ പുളിക്കൽ തറവാട്ടുകാരാണ്, പണക്കാരാണെന്ന് കരുതിയിട്ടൊന്നും
ഇവിടെ ഈ കാര്യത്തിന് എക്സ്ക്യൂസ് ഇല്ല, പഠിക്കുക തന്നെ വേണം പഠിക്കാനുള്ള സമയത്ത്, അല്ലാതെ ഉഴപ്പരുത്. ഓക്കെ, നിങ്ങളുടെ ഫാമിലീസൊക്കെ റാങ്കിന് വേണ്ടി കാത്തിരിക്കാം. അതിനു വേണ്ടിയാണ് ഇത്രയും സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന ഈ ഒരു കോളേജിലേക്ക് വന്നത്, പണക്കാർ മാത്രം പഠിക്കുന്ന എന്ന് കരുതി പഠിക്കാതിരിക്കാൻ പറ്റില്ല മോനെ, പഠിക്കുക തന്നെ വേണം. സർ അതിങ്ങ് തന്നേ. സർ ഒന്നുമില്ല, നോ പ്രോബ്ലം. എന്നാൽ അതാ സാർ ആ നോട്ട്ബുക്ക് പിടിച്ചു വാങ്ങുന്നു. എന്താ സർ? അത് ഒന്നുമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല ജസീർ, ഇങ്ങ് തന്നേ. എന്നാൽ അവൻ ആ ഒരു നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ അവൻ്റെ മനസ്സാകെ പതറിപ്പോയി, അവന് കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഒരു നിമിഷം അതാ സാർ ആ നോട്ട്ബുക്ക് മറിച്ച് നോക്കിയപ്പോൾ കണ്ടത് അതെ, ഒരു പെണ്ണിൻ്റെ ചിത്രമായിരുന്നു. മനോഹരമായൊരു പെണ്ണിൻ്റെ ചിത്രം, അതും വളരെയധികം വടിവൊത്ത ശരീരമായിക്കൊണ്ടുള്ള ഒരു പെണ്ണിൻ്റെ ചിത്രം അത് ജസീർ വരയ്ക്കുകയാണ്. അത് പകുതി എത്തിയിട്ടുള്ളൂ, മുഴുവനായിട്ടില്ല. പെട്ടെന്ന് സാർ വിളിച്ചു അവന്. ജസീർ ഇവിടെ വരൂ. എന്താ സാർ? ഇതെന്താണ്? ഇതെന്തിനാ ഇവിടെ വരച്ചത്? സർ അത് എന്താ ജസീർ, ക്ലാസ് എടുക്കുന്ന സമയത്താണോ ഇതുപോലുള്ളതൊക്കെ വരക്കുന്നത്? ഇതെന്താണ്? ശരിക്കും സാറ് ആ ഒരു ചിത്രം ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സർ വേണ്ട. എന്താ? ക്ലാസ് എടുക്കുന്ന സമയത്താണ് അവൻ്റെ ഒരു ചിത്രം വര, അതും ഇത്രക്കും സുന്ദരിയായൊരു പെണ്ണിനെ. എന്നാൽ അത് കേട്ട് എല്ലാവരും ക്ലാസ്സിൽ കൂട്ടച്ചിരി മുഴങ്ങി. ഒരു നിമിഷം അവൻ്റെ മുഖം വല്ലാതെയായി. സർ അവൻ വല്ലാതെ അങ്ങ് തല താഴ്ത്തു നിന്നു. അതെ സാർ, ആ ചിത്രം എല്ലാവരെയും കാണിച്ചു. കണ്ടോ, ഇതാണ് ക്ലാസ് എടുക്കുമ്പോൾ പലരുടെയും പരിപാടി. ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നവരിവിടെ ആരെങ്കിലും ഉണ്ടോ? ക്ലാസ് എടുക്കുന്നത് എന്തിനാ? നിങ്ങൾക്കത് കേൾക്കാനും അതനുസരിച്ച് എക്സാമിനൊക്കെ എഴുതാനൊക്കെ, അല്ലാതെ ഈ രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണെങ്കിലേ ജസീർ ക്ലാസ്സിലേക്ക് വരണമെന്നില്ല. മനസ്സിലായല്ലോ? എന്ത് ചിത്രമാണോ ഇത്? അത് ശരിക്കും അവൻ ആ സുന്ദരിയുടെ ചിത്രം വരക്കുകയായിരുന്നു. വളരെയധികം മനോഹരമായ മുടിയിഴകൾ, അത് ശരിക്കും അവളുടെ ശരീരത്തിൽ അത് ടച്ച് ചെയ്ത് ഒഴുകിക്കിടക്കുന്നതായിട്ട്. എന്നിട്ട് അടുത്ത ഭാഗങ്ങൾ വരക്കുകയാണ്. എന്താടാ? എന്താ ഇപ്പോഴന്നെ തുടങ്ങിയോ കലിപ്പും കഴപ്പൊക്കെ? അതിന് സമയമായിട്ടില്ലല്ലോ, നീ മുട്ടയിൽ നിന്ന് വിരിയുന്നല്ലേ ഉള്ളൂ. എന്താ ഇപ്പോൾ തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ? ശരിക്കും അതാ സാറ് അവനെ അല്പം കളിയാക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്. എന്താടാ? ആരത്? നിൻ്റെ വീട്ടുകാരെ വിളിച്ചത് കാണിച്ചു കൊടുക്കണോ? ക്ലാസ്സിനിടയിൽ ഇതാണ് പണിയെന്ന് പറയണോ? പെട്ടെന്ന് അവന് പറഞ്ഞു. സർ വേണ്ട, ഒരിക്കലും വേണ്ട. കാരണം അറിയാമായിരുന്നു അവൻ്റെ ഉമ്മ അത്യധികം കർശന സ്വഭാവക്കാരിയായിരുന്നു എന്നുള്ളത്. അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോന് വേണ്ട. എന്നാൽ അതാ ജസീറിൻ്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയി. കാരണം സാറ് കണ്ടു, ഇനി വീട്ടിലേക്കെങ്ങാനും അറിയിച്ചു കഴിഞ്ഞാൽ ഞാനാകെ വേണ്ടില്ലായിരുന്നു, എന്തെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥ. എന്നാൽ സാർ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ഈ പ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു, ഇനി എങ്ങാനും ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഇതുപോലെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചു കണ്ട് നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലേ പിന്നെ വീട്ടിൽ നാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി. മനസ്സിലായല്ലോ? ഒരു നിമിഷം ജസീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാൽ എന്തെന്നറിയില്ല, സാർ അത്ര ചീത്ത പറഞ്ഞിട്ടും കുട്ടികൾ അവനെ കളിയാക്കിയിട്ടും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതെ ആ രൂപം മാത്രമായിരുന്നു ആ പെണ്ണിൻ്റെ. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ജസീർ കഥ പറയുകയാണ്. ശരിക്കും ഹിജാബി അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. പറയൂ ജസീർ. എന്നിട്ട്? പറയാം, ഞാൻ എല്ലാം പറയാം. എന്തായിരിക്കും ജസീർ നാളെ പറയുന്നതിൻ്റെ ബാക്കി ഭാഗം? ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.